കർത്താവ് ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ഈ അവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 1 പത്രോസ് 3:15 നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും ഭയവും ഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. നമ്മുടെ പ്രതിവാദം എന്നും സൗമ്യതയുടെ ആത്മാവിലായിരിക്കണം എന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. എന്നാൽ പ്രതിവാദം പറയണം എന്ന് ദൈവജനം തന്നെ ആജ്ഞാപിക്കുന്നുണ്ട് എന്നും ഞാൻ ഓർപ്പിക്കട്ടെ. 2-ാം നൂറ്റാണ്ടിലെ ആളുകളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു തുടങ്ങിയായിരുന്നു. 2000 നൂറ്റാണ്ട് സെക്കൻഡ് സെഞ്ചുറി നമ്മൾ തുടങ്ങിയായിരുന്നു. ആൻഡ് സെക്കൻഡ് സെഞ്ചുറിയില് അടുത്ത വ്യക്തി, ഇദ്ദേഹത്തിന്റെ പേര് ഫ്ലിയൻ. ട്രാലസ് എന്ന് പറഞ്ഞ സ്ഥലത്തെ ക്രിസ്ത്യാനിയല്ല, യഹൂദനല്ല, വിജാതീയനായ ഒരു എഴുത്തുകാരനായിരുന്നു. തൻ്റെ ഒരു പ്രത്യേകത, താൻ ഒരു ക്രോണിക്കിളർ ആയിരുന്നു. ക്രോണിക്കിളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിനും നടക്കുന്ന സംഭവം വളരെ ശ്രദ്ധയോടെ പരിശോധിച്ച് വസ്തുനിഷ്ഠമായിട്ട് എഴുതുന്ന വ്യക്തിയായിരുന്നു. അന്നത്തെ കാലത്തെ രാജാക്കന്മാരും അതുപോലെ തന്നെ ഈ ഭരിച്ചിരുന്ന ആളുകൾ ക്രോണിക്കിളേഴ്സിനെ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ വേദപുസ്തകത്തിലും ക്രോണിക്കിൾസ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഫ്ലിയൻ ക്രോണിക്കിൾസ് എഴുതിയതിൽ, അല്ലെങ്കിൽ ദിനവൃത്താന്തം, ഇപ്പോഴാ പെട്ടെന്ന് മലയാളം ഓർമ്മ വന്ന്, ദിനവൃത്താന്തം വളരെ ക്രമീകൃതമായിട്ട് എഴുതിയതിൽ ടൈബേറിയസ് ഭരിച്ചിരുന്ന സമയത്ത് ആ കർത്താവ് ക്രൂശിൽ കിടന്നപ്പം കംപ്ലീറ്റ്ലി ഇരുട്ടായി പോയതിനെ കുറിച്ച് താൻ എഴുതുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്യുലർ റെഫറൻസ് ആണ് എന്ന് മനസ്സിലാക്കി പല ക്രിസ്ത്യൻസ് അതിനെ എടുത്ത് പറയുന്നുണ്ട്. 140 AD അടുത്താണ് ഫ്ലിയൻ ഈ കാര്യങ്ങൾ തൻ്റെ ബുക്സിൽ എഴുതിയത്. അടുത്ത സ്കോളർ, അല്ലെങ്കിൽ അടുത്ത കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയ ബൈബിളിന്റെ പുറത്തുള്ള അടുത്ത എഴുത്തുകാരനാണ് ലൂസിയൻ ഓഫ് സമോസാറ്റ. ക്രിസ്ത്യാനിയല്ലായിരുന്നു. ലൂഷ്യൻ ഓഫ് സമോസാറ്റ ഒരു എല്ലാവരെയും ആക്ഷേപിക്കുന്ന ടൈപ്പ് ഒരു വ്യക്തിയായിരുന്നു. ഈ ആക്ഷേപഹാസ്യം എന്നാണ് സാധാരണ മലയാളത്തിൽ അതിന് പറയുന്നത്, ഇംഗ്ലീഷിൽ സെറ്റയർ. ആരെന്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ആക്ഷേപിക്കുക. ഇത് ലൂഷ്യൻ ഓഫ് സമോസാറ്റയുടെ ഒരു പ്രാക്ടീസ് ആയിരുന്നു, തൻ്റെ പ്രൊഫഷൻ ആയിരുന്നു. ലൂഷ്യൻ ഓഫ് സമോസാറ്റ ഒരു ക്രിസ്ത്യൻ അല്ലായിരുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഈ നോൺ ക്രിസ്ത്യനായിട്ടുള്ള വ്യക്തി ക്രിസ്ത്യാനികൾ പാലസ്റ്റൈനിൽ ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിയെ ആരാധിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് 165-ൻ്റെയും 180 AD മധ്യേ തൻ്റെ ബുക്സിൽ എഴുതുന്നുണ്ട്, അല്ലെ എഴുതിയിട്ടുണ്ട്. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അടുത്ത റെഫറൻസ് ആണ്. ഇതുപോലെ തന്നെ അക്കാലത്തെ മറ്റൊരു സെക്യുലർ എഴുത്തുകാരനാണ് സെൽസസ്. 175 AD-യോടടുത്താണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയത്. താൻ ഒരു ഫിലോസഫർ ആയിരുന്നു. ഇതിനു മുൻപും നമ്മൾ ഒരു ഫിലോസഫറിനെ കുറിച്ച് വായിച്ചായിരുന്നു. ഇദ്ദേഹം പ്ലാറ്റോണിക് ഫിലോസഫിയുടെ ഫിലോസഫർ ആയിരുന്നു.
യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്ന് താൻ വ്യക്തമായിട്ട് എഴുതുന്നു. എന്നാൽ താൻ ഒരു വിജാതീയനായതുകൊണ്ട് യേശുക്രിസ്തു ചെയ്ത ആ അത്ഭുത പ്രവർത്തനങ്ങൾ അത് മന്ത്രവാദത്തിൽ കൂടെയാണെന്ന് എഴുതി കർത്താവായ യേശുക്രിസ്തുവിനെ പരിഹസിക്കാനാണ് നോക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പരിഹാസമാണെങ്കിലും വസ്തുതാപരമായ ഹിസ്റ്ററി ആണെങ്കിലും യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷൻ ആരെന്നുള്ളത് സെൽസസിന്റെ എഴുത്തുകളിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ വളരെ വളരെ ഫേമസ് ഇന്നും ഈ മെഡിസിൻ ഒക്കെ പഠിക്കുന്നവർ റെഗുലറായിട്ട് പേര് കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഗാലൻ. ഗാലൻ ഒരു വൈദ്യനായിരുന്നു, റോമൻ വൈദ്യനായിരുന്നു. എന്ന് മാത്രമല്ല, മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഗവേഷണങ്ങളിൽ കൂടെ കണ്ടുപിടിച്ച ഒരു റോമൻ വൈദ്യനായിരുന്നു. ക്രിസ്ത്യാനിയല്ലായിരുന്നു, യഹൂദനല്ലായിരുന്നു, വിശ്വാസിയല്ലായിരുന്നു. ഗാലൻ 129 തൊട്ട് 200 AD. ഒരു മിനിറ്റ്, ജസ്റ്റ് എ മിനിറ്റ്, ദർ ഇസ് എ പ്രോബ്ലം ഹിയർ. ഷെയർ ചെയ്യുമ്പോൾ കോഹോസ്റ്റ് ആക്കാൻ ഒക്കത്തില്ല. സോറി ഫോർ ദ ഡിസ്ട്രാക്ഷൻ. ഗാലൻ ഒരു ഫിസിഷ്യൻ ആയിരുന്നെന്ന് മാത്രമല്ല, ധാരാളം കാര്യങ്ങൾ കണ്ടുപിടിച്ചു. താൻ ഒരു യഹൂദനല്ലായിരുന്നു എന്നിട്ട് പോലും മോശയെക്കുറിച്ചും യഹൂദന്മാരുടെ ഹിസ്റ്ററിയെക്കുറിച്ചും പ്ലസ് യേശുക്രിസ്തുവിനെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. കർത്താവ് തൻ്റെ ദൈവജനത്തെ അല്ലെ തൻ്റെ മക്കളെ ഒരിക്കലും ഒരു വിറ്റ്നസ് ഇല്ലാതെ വിട്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. ഇതിനു മുൻപ് ഞാൻ പറഞ്ഞ സെൽസസ് ഒരു പ്ലാറ്റോണിസ്റ്റ് ഫിലോസഫർ ആയിരുന്നു. ഗെയിലൻ ഒരു മെഡിക്കൽ ഡോക്ടർ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ ഒരു ഫിലോസഫറിനെ കുറിച്ച് കാണുന്നു. തൻ്റെ പേര് ന്യൂമേനിയസ് ഓഫ് അപ്പീമ അല്ലെ അപ്പാമിയ. ഇവരുടെ പലരുടെയും പേര് ഒന്നിലധികം രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാൻ സാധിക്കും. ഏതാണ്ട് 150 AD ഈ ന്യൂമേനിയസ് എഴുതാൻ തുടങ്ങിയത്. താൻ ഒരു പ്ലാറ്റോണിസ്റ്റ് ഫിലോസഫർ ആയിരുന്നു, പ്ലാറ്റോണിക് ഫിലോസഫി പഠിച്ചവനായിരുന്നു, പ്ലാറ്റോണിക് ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം എഴുതിയ വ്യക്തിയായിരുന്നു. താൻ യേശുക്രിസ്തുവിനെ കുറിച്ച് തൻ്റെ ഫിലോസഫിക്കൽ ഡിസ്കഷൻസിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളിപ്പം 200-ന്റെയും AD 100-ന്റെ 200-ന്റെ ഇടയ്ക്കുള്ള ആളുകളെ കുറിച്ച്, എഴുത്തുകാരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ഇവരെല്ലാവരും നോൺ ക്രിസ്ത്യൻസ് ആയിരുന്നു, ചിലര് റോമൻസ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. ഈ നോൺ ക്രിസ്ത്യൻസിൽ തന്നെ ഉൾപ്പെട്ടതാണ് യഹൂദന്മാര്. യഹൂദന്മാരുടെ മതഗ്രന്ഥങ്ങൾ അവര് ധാരാളം കമന്ററീസ് എഴുതിയായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അതെല്ലാം ഇന്ന് അവൈലബിൾ ആണ്. അവർ പ്രൊഡ്യൂസ് ചെയ്ത ഈ മതഗ്രന്ഥങ്ങൾ, യഹൂദന്മാരുടെ റബ്ബീസ് എഴുതിയ മതഗ്രന്ഥങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പല കമന്റ്സ് ഉണ്ട്. യേശു എന്ന് തന്നെ അവർ പറയുന്നുണ്ട്, യേശുവിനെ അറ്റാക്ക് ചെയ്തവർ പറയുന്നുണ്ട്.
സോ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹിസ്റ്റോറിക്കൽ, ഹി വാസ് എ ഹിസ്റ്റോറിക്കൽ പേഴ്സൺ എന്നുള്ളതിന് AD 100 200 ഇടയ്ക്ക് ധാരാളം സെക്യുലർ എഴുത്തുകാർ എഴുതുന്നുണ്ട്, ക്രിസ്തു വിരോധികൾ എഴുതുന്നുണ്ട്, ക്രിസ്തു വിരോധികളായ യഹൂദന്മാരും എഴുതിയിട്ടുണ്ട്. 100-ന്റെയും 200-ന്റെ ഇടയ്ക്ക് ബൈബിളിന്റെ പുറത്ത് ധാരാളം ക്രിസ്ത്യൻ എഴുത്തുകാർ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ഈ പടം അവരുടെ റബ്ബിമാരും അവരുടെ ശാസ്ത്രിമാരും ഇരുന്ന് ബൈബിളിന്റെ കമന്ററീസ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. ഇങ്ങനെ ഇരുന്നായിരുന്നു ഇവരൊക്കെ എഴുതുന്നതെന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. ഇതും അവരുടെ ഈ യഹൂദന്മാർ പ്രൊഡ്യൂസ് ചെയ്ത കമന്ററിയുടെ മറ്റ് ഒരു പിക്ചറാണ്. അത് കഴിഞ്ഞ് നമ്മൾ AD 100-ന്റെയും 200-ന്റെ ഇടയ്ക്കുള്ള ക്രിസ്ത്യൻ റൈറ്റേഴ്സ്, ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ക്രിസ്ത്യൻ റൈറ്റേഴ്സ് അവരുമായിട്ട് വളരെ എതിർപ്പുള്ള ഒരു സൊസൈറ്റിയിലാണ് ജീവിച്ചിരുന്നത്. അവരുടെ ചുറ്റിന് ആദ്യമേ യഹൂദന്മാരാണ് ക്രിസ്ത്യാനികളെ എതിർത്തെങ്കിൽ കുറച്ചു കഴിഞ്ഞപ്പോൾ റോമാക്കാര് എതിർത്തു തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റോയിക് ഫിലോസഫേഴ്സ്, എപ്പിക്യൂരിയൻ ഫിലോസഫേഴ്സ്, പിന്നെ നിരീശ്വരവാദികൾ, അക്കാലത്തും ഉണ്ടായിരുന്ന നിരീശ്വരവാദികൾ. ഈ AD 100 കഴിഞ്ഞപ്പോഴത്തേക്ക് നിരീശ്വരവാദികൾ വളരെ ശക്തിപ്പെട്ടു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഈ നിരീശ്വരവാദികളും ക്രിസ്ത്യവിശ്വാസത്തിനെതിരെ എഴുതി. എന്നാൽ എഴുതിയവരെല്ലാം കർത്താവായ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനായിരുന്നു എന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അങ്ങനെ ബൈബിളിന്റെ പുറത്ത് AD 100-ന്റെയും 200-ന്റെ ഇടയ്ക്ക് എഴുതിയ ഒരു വ്യക്തിയാണ് ഈ പടത്തിൽ കാണുന്നത്, പോളികാർപ്പ്. പോളികാർപ്പിന്റെ പേര് ഇവിടുള്ള പല വിശ്വാസികൾ കേട്ടിട്ടുണ്ട്. സ്മുർന എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ബൈബിളിലെ വെളിപ്പാട് പുസ്തകത്തിൽ സ്മുർണയുടെ പേര് നമ്മൾ വായിക്കുന്നുണ്ട്. 120-ന്റെയും 135-ന്റെ ഇടയ്ക്ക് പോളികാർപ്പ് പല ബുക്സ് എഴുതി. ഈ ബുക്സിലൊക്കെ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനായിരുന്നെന്നും യേശുക്രിസ്തുവിന്റെ പല ടീച്ചിങ്സിനെ താൻ തൻ്റെ പുസ്തകങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. പോളികാർപ്പിന്റെ ഒരു പ്രത്യേകത, ബൈബിളിലുള്ള യേശുക്രിസ്തുവിന്റെ പല കൊട്ടേഷൻസ് അല്ലാതെ ബൈബിളിന്റെ പുറത്തുള്ളതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 4 സുവിശേഷങ്ങളിൽ ഇല്ലാത്ത പല കൊട്ടേഷൻസും പോളികാർപ്പിന്റെ ലേഖനങ്ങളിൽ കൂടെ നമുക്ക് ലഭിക്കുന്നു. ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ പോലും ഒരു 2 തലമുറ മുൻപ് വാമൊഴിയായിട്ട് ആളുകൾ ഇൻഫർമേഷൻ തലമുറ പാസ് ചെയ്യുമായിരുന്നു. ഇപ്പോഴാണ് ഈ മൊബൈലും കമ്പ്യൂട്ടറും കാൽക്കുലേറ്ററും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ വാമൊഴിയായിട്ട് ഇൻഫർമേഷൻ മുന്നോട്ട് പാസ് ചെയ്യുന്നത് വളരെയധികം കുറഞ്ഞിരിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിലൊക്കെ അല്ലെ 2-ാം നൂറ്റാണ്ടിൽ വാമൊഴിയായിട്ട് ഇൻഫർമേഷൻ മുന്നോട്ട് പാസ് ചെയ്യുന്ന വളരെ കോമൺ ആയിരുന്നു. കർത്താവായ യേശുക്രിസ്തു 3.5 വർഷം കൊണ്ട് ചെയ്തതും കർത്താവ് 3.5 വർഷം പഠിപ്പിച്ച കാര്യങ്ങൾ 4 സുവിശേഷകന്മാർ എഴുതി എന്ന് മാത്രമല്ല, മറ്റു പല എഴുത്തുകാരും എഴുതിയായിരുന്നു. അതിൽ പല ബുക്സ് ഇന്ന് ലഭ്യമാണ്. ഇത്രയും ബുക്സ് അല്ലാതെ വാമൊഴിയായിട്ടും കർത്താവായ യേശുക്രിസ്തുവിന്റെ ടീച്ചിങ്സ് വളരെയധികം വ്യാപകമായിട്ട് സ്പ്രെഡ് ചെയ്തിരുന്നു. ഈ പോളികാർപ്പ് പോലുള്ള എഴുത്തുകാരിൽ കൂടെ അങ്ങനെ ഈ വാമൊഴിയായിട്ട് മുന്നോട്ട് സ്പ്രെഡ് ചെയ്ത പല ടീച്ചിങ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഓർപ്പിക്കട്ടെ. പാപ്പിയാസ്, ഇത് ചിലരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും.
പൊളികാർപ്പ് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. പൊളികാർപ്പ് കഴിഞ്ഞ് ഇതുപോലെ തന്നെ പാപ്പിയാസ് AD 60 ജനിച്ചത്. AD 130 വരെ ജീവിച്ചു എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. പാപ്പിയാസിന് ഒരു ഹോബി ഉണ്ടായിരുന്നു. താൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. AD ഏതാണ്ട് 50 ആയപ്പോഴത്തേക്ക് 4 സുവിശേഷങ്ങൾ എഴുതി കഴിഞ്ഞിരുന്നു. അതല്ലാതെ കാനോണികമല്ലാത്ത ധാരാളം ബുക്സ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ടീച്ചിങ്സിനെ കുറിച്ച് എഴുതി കഴിഞ്ഞായിരുന്നു. ഇത്രയും ആളുകൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ 3.5 വർഷത്തെ ടീച്ചിങ്സിനെ കുറിച്ച് എഴുതി കഴിഞ്ഞെങ്കിലും എഴുതിയിട്ടില്ലാത്ത വാമൊഴിയായിട്ടുള്ള കർത്താവിന്റെ പല സ്റ്റേറ്റ്മെന്റ്സ് ഈ വാമൊഴിയായിട്ട് അടുത്ത തലമുറയുടെ കയ്യിൽ എത്തിയത് ഉണ്ടായിരുന്നു. പാപ്പിയാസിന്റെ ഒരു സ്പെഷ്യൽ ഹോബി ആരും എഴുതിയിട്ടില്ലാത്ത ഇങ്ങനെ വാമൊഴിയായിട്ട് താൻ വരെ എത്തിയിട്ടുള്ള ആ കർത്താവിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ രേഖപ്പെടുത്തുക. അപ്പോസ്തലന്മാരുമായിട്ട് പരിചയമുള്ള ധാരാളം ആളുകളുമായിട്ട് പാപ്പിയാസിന് വളരെ ക്ലോസ് ബന്ധമുണ്ടായിരുന്നു. അപ്പൊ അവരിൽ നിന്നെല്ലാം കിട്ടിയ ആ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം താൻ റെക്കോർഡ് ചെയ്തു. ഇങ്ങനെ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞെന്ന് പാപ്പിയാസ് എഴുതിയപ്പം ഞാൻ ഓർപ്പിക്കട്ടെ, ക്രിസ്തു വിരോധികൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായിരുന്നെങ്കിൽ, യേശുക്രിസ്തു എന്ന ഒരു ചരിത്ര പുരുഷൻ ഇല്ലായിരുന്നെങ്കിൽ പാപ്പിയാസിന്റെ കണ്ടംപററീസ് പാപ്പിയാസിനെ എതിർത്തേനേം എന്ന കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ലെന്ന്. ക്രിസ്തീയ വിശ്വാസം ആക്രമിക്കപ്പെടും എന്ന് മനസ്സിലാക്കി കർത്താവ് ഇന്ന് ആ കർത്താവിന്റെ തലമുറ കഴിഞ്ഞ് വിശ്വാസികൾക്ക് വേണ്ട രീതിയിലുള്ള ആ തെളിവും എല്ലാം തന്നിട്ടാ പോയിരിക്കുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അത് നമ്മളിപ്പം 1 by 1 കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും തെളിവുകൾ ഞാനിപ്പം ഒന്നാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 തൊട്ട് 99. രണ്ടാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AD 100 തൊട്ട് AD 199 വരെ. ഇത്രയുമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ എത്രയോ ആളുകളെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് അത് വളരെ സെലക്റ്റീവ് ആണെന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. സെലക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ആളുകൾ ഒന്നാം നൂറ്റാണ്ടിൽ ഇനിയുമുണ്ട്. അതിൽ ചിലത് മാത്രം ഞാൻ പറഞ്ഞു. ധാരാളം ആളുകൾ രണ്ടാം നൂറ്റാണ്ട് AD 100 തൊട്ട് 199 വരെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു. ഇത്രയും അധികം തെളിവുകൾ വരമൊഴിയായിട്ട് നമുക്ക് കിട്ടിയത് അത് വലിയൊരു അത്ഭുതമാണ്. അത്ഭുതം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഈ നൂറ്റാണ്ടുകളിൽ എല്ലാ രീതിയിലുമുള്ള ക്രിസ്തീയ ആൻഡ് ജൂയിഷ് ലിറ്ററേച്ചറിനെ കംപ്ലീറ്റ്ലി ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ധാരാളം ആളുകൾ ശ്രമിച്ചു. ആൻഡ് ഇവരെല്ലാം ചെയ്ത ആദ്യത്തെ കാര്യം യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ലിറ്ററേച്ചർ ഇല്ലാതെയാക്കാനാണ് നോക്കിയത്. ഇത് വെസ്പേഷ്യൻ എന്ന് പറഞ്ഞ ഒരു റൂളറാണ്, റോമൻ റൂളറാണ്. വെസ്പേഷ്യന്റെ ഫുൾ പേര് ടൈറ്റസ് ഫ്ലേവിയസ് വെസ്പേഷ്യാനസ് എന്നായിരുന്നു. ടൈറ്റസ് ആണ് യഹൂദന്മാരുടെ ദേവാലയം തീയിട്ട് ചുട്ടുകളഞ്ഞത്. യഹൂദന്മാരുടെ ദേവാലയം ചുട്ടുകളഞ്ഞപ്പോൾ താൻ തൻ്റെ അനുയായികളെ യഹൂദന്മാരുടെ ദേവാലയത്തിലും യഹൂദന്മാരുടെ നാട്ടിലും വിലയേറിയ എന്തെല്ലാം കിട്ടും
അത് കംപ്ലീറ്റ്ലി കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അനുവദിച്ചെന്ന് മാത്രമല്ല, പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ അവർ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങളുടെ അവര് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പടമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ലോക ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ റൂൾ ചെയ്യുന്ന ആളുകൾ അവരുടെ റൂളിനെ വെല്ലുവിളിക്കാൻ പാടില്ല. അതിനുവേണ്ടി അവർ പല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ചെയ്തു. അങ്ങനെ ഡിസ്ട്രോയ് ചെയ്തതിൽ ലിറ്ററേച്ചർ വലിയൊരു പ്രധാന ഒരു ടാർഗറ്റ് ആയിരുന്നു. കാരണം ഒരു ജനത്തിനെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് അവരുടെ ലിറ്ററേച്ചറാണ്. ഇന്ത്യയെ തന്നെ നമ്മളെ ഭരിച്ച ബ്രിട്ടീഷ് കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ വേണ്ടി മഹാത്മാഗാന്ധിയും മറ്റ് സ്വതന്ത്ര ഈ ഹിന്ദി പറഞ്ഞാൽ സ്വതന്ത്രതാ സേനാനി, ഫ്രീഡം ഫൈറ്റേഴ്സ്, ഇവരേറ്റവും അധികം ഉപയോഗിച്ചത് ലിറ്ററേച്ചറിനെ ആയിരുന്നു. അതുകൊണ്ട് ഒരു ജനത്തെ നശിപ്പിക്കണമെങ്കിൽ ആദ്യമേ നശിപ്പിക്കുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, അവരുടെ ഫൈനാൻസ്. അതിനുവേണ്ടിയാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ റോമൻസ് യഹൂദന്മാരുടെ കിട്ടിയ ഗോൾഡ് മുഴുവൻ കൊണ്ടുപോയി. ദേവാലയത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞായിരുന്നല്ലോ, കല്ലിന്മേൽ കല്ല് ബാക്കി വരത്തില്ല. അതിന്റെ കാരണം എന്താണ്? ദേവാലയത്തിൽ സ്വർണം കൊണ്ട് പൊതിഞ്ഞതായിരുന്നു. ആ സ്വർണം മുഴുവൻ ഇളക്കിയെടുക്കാൻ വേണ്ടിയാണ് അവർ വലിയ കൂടം ഉപയോഗിച്ച് ഭിത്തികളൊക്കെ ഇടിച്ചു കളഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന സ്വർണം എടുത്തുകൊണ്ട് പോയത്. സോ യഹൂദന്മാരുടെ ദേവാലയത്തിന്റെ സൈഡിൽ വലിയ ലൈബ്രറീസ് ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ ലിറ്ററേച്ചറിന്റെ സ്റ്റോർ ഹൗസസ് ഉണ്ടായിരുന്നു. യഹൂദന്മാര് ബൈബിൾ ഉപയോഗിച്ച് കഴിഞ്ഞ് വളരെ പഴകി കഴിഞ്ഞാൽ അത് ഡിസ്ട്രോയ് ചെയ്യത്തില്ലായിരുന്നു, ഈ ദേവാലയത്തിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു. അപ്പൊ ദേവാലയത്തിൽ തന്നെ ലിറ്ററേച്ചർ സ്റ്റോർ ചെയ്യുന്ന കേന്ദ്രം വേറെയായിരുന്നു, ഉപയോഗശൂന്യമായ ലിറ്ററേച്ചർ സ്റ്റോർ ചെയ്യുന്ന വേറെ പോർഷൻ ആയിരുന്നു. ഇത് കംപ്ലീറ്റ്ലി റോമൻസ് കത്തിച്ചു കളഞ്ഞു. ദൈവവചനത്തിന്റെ 10,000-കണക്കിന് കോപ്പീസ്, ബൈബിൾ കമന്ററീസ്, യഹൂദന്മാരെഴുതിയ ബൈബിൾ കമന്ററീസിന്റെ 10,000-കണക്കിന് കോപ്പീസ് അങ്ങനെ ഡിസ്ട്രോയ് ആയിപ്പോയി എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതിനു മുൻപ് നടന്ന 2-3 ഡിസ്ട്രക്ഷനെ കുറിച്ച് പറഞ്ഞു. ഇത് അതല്ലാതാണ്. ഇതിൽ കൂടൊക്കെ കടന്നുപോയിട്ടും 100-കണക്കിന് റെഫറൻസസ് ബാക്കിയുള്ളത് അത് ദൈവത്തിന്റെ കരുതലിന്റെ കാരണം കൊണ്ട് മാത്രമാണ്. ഇത് കഴിഞ്ഞ് തീർന്നില്ല. ഈ പടം കൂടെ നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ്. യെരുശലേം തീയിട്ട് കത്തിച്ച് ചുട്ട് കളഞ്ഞപ്പോഴത്തെ ഒരു പടമാണിത്. അങ്ങനെ ചെയ്തപ്പോൾ പല ക്രിസ്ത്യാനികളുടെ വീടുകളിൽ കയറി അതും കത്തിച്ചു കളഞ്ഞെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. റോമൻസും കത്തിച്ചു, യഹൂദന്മാരും കത്തിച്ചു, ക്രിസ്തു വിരോധികളായ ആളുകളും കത്തിച്ചു. അക്കാലത്ത് വീടുകളിലായിരുന്നല്ലോ വിശ്വാസികൾ ഒന്നിച്ചുകൂടിയിരുന്നത്. ഈ വീടുകൾ ധാരാളം ക്രിസ്ത്യൻ ലിറ്ററേച്ചറിന്റെ സ്റ്റോർ ഹൗസസ് ആയിട്ടൂടെ വർക്ക് ചെയ്തു. അങ്ങനെ ഈ വീടുകളിൽ കയറി ധാരാളം ലിറ്ററേച്ചർ അവിടെ ഉണ്ടായിരുന്ന കത്തിച്ചു കളഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇന്ന് ഞാൻ ഈ പറയുന്ന ഇത്രയും ബാക്കിയുള്ളത്. AD 64 ഭരണത്തിൽ വന്ന ഒരു വ്യക്തിയാണ് നീറോ. നമുക്കറിയാം, നീറോ എന്നുള്ള പേര് പോലും വളരെ ക്രൂവലായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നീറോ AD 64 റോമിന്റെ 14 ഡിസ്ട്രിക്ട്സിൽ 10 നശിപ്പിച്ചു. നശിപ്പിച്ചെന്ന് മാത്രമല്ല,
ക്രിസ്ത്യാനികൾ ഒന്നിച്ചു കൂടിയിരുന്ന ഹൗസ് ചർച്ചസിനെ കണ്ടുപിടിച്ച് അവിടുള്ള ലിറ്ററേച്ചർ കത്തിച്ചു. നീറോയുടെ കാലം കഴിഞ്ഞ് കുറച്ചൊരു ആശ്വാസം ലഭിച്ചപ്പോഴാണ് ഡൊമീഷ്യൻ ചക്രവർത്തി ഭരണമേറ്റത്. ഡൊമീഷ്യൻ ഭരണമേറ്റത് AD 81 തൊട്ട് 96. അത് ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു ഭയാനകമായ ഒരു സമയമായിരുന്നു. റോമൻസ് അവരുടെ ചക്രവർത്തിയെയാണ് ദൈവമായിട്ട് ആരാധിച്ചിരുന്നത്. ക്രിസ്ത്യാനികൾ ചക്രവർത്തിയെ ദൈവമായിട്ട് ആരാധിക്കാത്തത് കൊണ്ട് ക്രിസ്ത്യാനികൾ നിരീശ്വരവാദിയാണെന്ന് ഡൊമീഷ്യൻ ആരോപിച്ച് ക്രിസ്ത്യാനികൾ കൂടുന്ന വീടുകളൊക്കെ തൻ്റെ സൈന്യത്തെ വിട്ട് റെയ്ഡ് ചെയ്ത് ആ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ചർമ്മലിഖിതങ്ങളും പെപ്പിറസ് ലിഖിതങ്ങൾ ഇതെല്ലാം കത്തിച്ചു കളഞ്ഞു. ബ്രദേഴ്സ്, ഇതെല്ലാം കഴിഞ്ഞിട്ടും ക്രിസ്ത്യൻ ലിറ്ററേച്ചർ സർവൈവ് ചെയ്തെന്നുള്ളതാണ്. ഇത് കാണുന്ന എല്ലാ ലിറ്ററേച്ചറും കത്തിച്ചു കളയണം എന്നുള്ള ഒരാജ്ഞ ഡയോക്ലേഷ്യൻ പ്രൊഡ്യൂസ് ചെയ്ത ഓർഡറിൽ നിന്ന് ഒരു പോർഷൻ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഡയോക്ലേഷ്യൻ സ്പെസിഫിക്കലി പറഞ്ഞു ക്രിസ്ത്യാനികളുടെ ലിറ്ററേച്ചർ കണ്ടെടുക്കുകയും കത്തിച്ചു കളയുകയും ചെയ്യണമെന്ന്. അങ്ങനെ കണ്ടെടുത്ത് വളരെ ലാർജ് ക്വാണ്ടിറ്റീസ്, ഇതാ ഡയോക്ലേഷ്യന്റെ സൈന്യം ക്രിസ്ത്യൻ വീടുകളിൽ കയറി കിട്ടിയ ലിറ്ററേച്ചർ മുഴുവൻ ഗ്യാദർ ചെയ്ത് കത്തിച്ചു കളയുകയാണ് ചെയ്തത്. ഈ ക്രിസ്ത്യൻ ലിറ്ററേച്ചർ കത്തിക്കുന്നത് കണ്ടിന്യൂ ചെയ്തത് അതിൻ്റെ ഏതാണ്ട് ഒരു ലാസ്റ്റ് ആയിരുന്നു മാക്സിമസ് ഡയ. അതിനു മുൻപൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ലിറ്ററേച്ചർ മുഴുവൻ കത്തിച്ചു കളഞ്ഞ് തുടങ്ങിയപ്പം യഹൂദന്മാരുടെ ഒരു വലിയ ഗ്രൂപ്പ് ആർക്കും എത്തിച്ചേരാൻ സാധിക്കാത്ത മലകളിൽ ചെന്ന് അവിടെ ഗുഹകൾ ടണൽ ചെയ്ത് ഇവിടെ ആയിരക്കണക്കിന് മാനുസ്ക്രിപ്റ്റ്സ് ഒളിച്ചു വെച്ചു. ഈ കാണുന്നിടത്തു നിന്നാണ് ചാവുകടൽ ചുരുളുകൾ കണ്ടെത്തിയത്. നമുക്ക് കടൽ ചുരുളുകൾ, നൂറുകണക്കിന് ചുരുളുകളും 10,000-കണക്കിന് ചുരുളുകളുടെ പീസസ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇവിടെ സ്റ്റോർ ചെയ്ത ലിറ്ററേച്ചറിൻ്റെ 100-1 ഉള്ളൂ എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ബാക്കി മുഴുവൻ ആളുകൾ മോഷ്ടിച്ചുകൊണ്ടുപോയി ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റു. ഈ ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു നല്ല ശതമാനം ആളുകൾ അത് ഒളിച്ചു വെച്ചു. അവരുടെ കാലം കഴിഞ്ഞപ്പം അവരുടെ തട്ടുംപുറത്തിരിക്കുന്ന ഈ ലിറ്ററേച്ചറൊക്കെ അവരുടെ മക്കളെടുത്ത് തീ കത്തിച്ച് കളയുകയോ അല്ലെ മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റിൽ കൊടുക്കുകയോ ചെയ്ത് അങ്ങനെ ആധുനിക കാലത്തും ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കൈയെഴുത്ത് പ്രതികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഏതാണ്ട് 14 ഗുഹകളാണ് കണ്ടുപിടിച്ചത്. അതിൽ 7ാമത്തെ ഗുഹ നിറച്ച് പുതിയ നിയമത്തിലെ ബുക്സ് ആയിരുന്നു. ഈ പുതിയ നിയമത്തിലെ ബുക്സ് ഒരു ക്രിസ്ത്യൻ ഫാമിലി മോഷ്ടിച്ചുകൊണ്ടുപോയി. അവർ എന്നിട്ട് ഓരോ മാനുസ്ക്രിപ്റ്റ് കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റ് ഇഷ്ടം പോലെ കാശായി. അവരുടെ കയ്യിൽ ഇന്നും ഒത്തിരി മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ട്. അതൊക്കെ സ്വിറ്റ്സർലാൻഡിലെ ബാങ്കുകളിൽ, വാൾട്ടുകളിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. സ്വിസ് വാൾട്ടിൽ ഒളിച്ചിരിക്കുന്നത് മറ്റാർക്കും ലീഗലി പോലും തൊടാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. ഇന്ന് ഇത്രയും ആളുകൾ, ഞാൻ ഇതും എല്ലാരെ കുറിച്ചും പറഞ്ഞില്ല, ചില പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് പറഞ്ഞുള്ളൂ. ഇത്രയും ആളുകൾ ക്രിസ്ത്യൻ ലിറ്ററേച്ചർ നശിപ്പിക്കാൻ നോക്കി. എന്നിട്ടും ദൈവം
നമുക്കാവശ്യമുള്ളത് അത് അവിടെ ഇവിടെയല്ല ആളുകളുടെ വീടുകളിലും ആശ്രമങ്ങളിലൊക്കെ ഒളിച്ചു വെച്ച് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനു മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ബൈബിളിൻ്റെ പഴയ മാനുസ്ക്രിപ്റ്റ്സും ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ബുക്സും ധാരാളമുണ്ട്. ബൈബിളിൻ്റെ തന്നെ ഈ 10-25,000 മാനുസ്ക്രിപ്റ്റ്സും ഫ്രാഗ്മെൻസും ഉണ്ട്. അതല്ലാതെ ഞാൻ ഇത്രയും പറഞ്ഞ ഈ എഴുത്തുകാരുടെ ബുക്സ്, പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഏതാണ്ട് 100ഓളം ബുക്സ്, ഞാനിപ്പം ഈ ബുക്സ് എല്ലാം 1 by 1 വായിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 100ഓളം ബുക്സ് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയത്, ഈ കാനോണിക്കൽ ഗ്രന്ഥമല്ലാത്ത ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം സർവൈവ് ചെയ്തു. കാരണം ഞാൻ നിങ്ങളെ ഓർഫൻസായിട്ട് വിടത്തില്ലെന്ന് കർത്താവ് പ്രോമിസ് ചെയ്തതിനനുസരിച്ച് വിശ്വാസ കാര്യങ്ങളിൽ മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ അസഹായത ഫീൽ ചെയ്യരുത്, ഹെൽപ്ലെസ്നെസ് ഫീൽ ചെയ്യരുത്. അതിനുവേണ്ടി കർത്താവ് ആവശ്യത്തിന് വെച്ചിട്ടുണ്ട്. ഫൈനലി ഒരു റോമൻ ചക്രവർത്തി ഒരു രായ്ക്ക് രാമാനം ക്രിസ്ത്യാനിയായി മാറി, കോൺസ്റ്റന്റൈൻ. കുസ്തൻതുനോസ് എന്നാണ് സാധാരണ മലയാളികൾ പറയുന്നത്. കോൺസ്റ്റന്റൈൻ AD 312 തനിക്ക് യേശുക്രിസ്തു ദർശനം നൽകി എന്ന് പറഞ്ഞ് റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ഒരു ക്രിസ്ത്യാനിയായി മാറി. തൻ്റെ അണ്ടറിലുണ്ടായിരുന്ന റോമൻ പുരോഹിതന്മാരെ എല്ലാവരെയും ക്രിസ്ത്യൻ പുരോഹിതന്മാരായിട്ട് ഡിക്ലെയർ ചെയ്തു. ഇതുകൊണ്ടാണ് കാത്തലിക് ചർച്ച് അവരോട് നിങ്ങൾ ഏത് ചർച്ചാന്ന് ചോദിക്കുമ്പം അവരെടുത്തു പറയുന്ന റോമൻ കാത്തലിക് ചർച്ചാണ്. ഈ റോമൻ എന്നുള്ള വാക്ക് കോൺസ്റ്റന്റൈനിൽ നിന്നാണ് വരുന്നത്. കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യ വിശ്വാസത്തെ രാജ്യത്തിൻ്റെ മതമായിട്ട് ഡിക്ലെയർ ചെയ്യുകയും AD 302 ഡിക്ലെയർ ചെയ്യുകയും തൻ്റെ അണ്ടറിലുള്ള എല്ലാ റോമൻ പുരോഹിതന്മാരെ ക്രിസ്തീയ പുരോഹിതന്മാരാക്കി തീർക്കുകയും ചെയ്തു. ഇതാണ് റോമൻ കത്തോലിക്ക സഭയുടെ ഉദ്ഭവം. അതുകൊണ്ടാണ് ഇന്നും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഏത് ചർച്ചാന്ന് ചോദിക്കുക, റോമൻ കാത്തലിക്സ് ആണെന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരാളോട് ചോദിച്ചു, നിങ്ങൾ കാത്തലിക് അല്ലേ? അന്നേരം ഉടനെ പറഞ്ഞു ഞങ്ങൾ റോമൻ കാത്തലിക് ആണെന്ന്. ആ റോമൻ എന്നുള്ള വാക്ക് ഈ രാജാവിൽ നിന്നാണ് വന്നത്. ഇത് വെറും ഒരു മതം മാറ്റമായിരുന്നു. താൻ കർത്താവിനെ രക്ഷിതാവായിട്ടൊന്ന് സ്വീകരിച്ചതല്ലായിരുന്നു, വെറും മതമാറ്റമായിരുന്നു. ഇന്നും ഇത് നടക്കുന്നുണ്ട്. വടക്കേ ഇന്ത്യയിലൊക്കെ എത്രയോ കുടുംബങ്ങളിൽ കുട്ടിയില്ല, അല്ലെ ഒരു ആൺകുട്ടിയില്ല. പ്രാർത്ഥിച്ച് 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 ഒടുവിൽ യേശുക്രിസ്തുവിൽ കൂടെയാണ് ഒരു കുട്ടി കിട്ടിയത് എന്നും പറഞ്ഞ് അവർ പെട്ടെന്ന് ക്രിസ്തീയ മതത്തിലോട്ട് മാർഗം കൂടുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് മാർഗം കൂടിയ ഒരു പ്രോമിനന്റ് വ്യക്തിയായിരുന്നു കോൺസ്റ്റന്റൈൻ. കോൺസ്റ്റന്റൈനിന്റെ സമയം വന്നു കഴിഞ്ഞപ്പോഴാണ് ക്രിസ്തീയ വിശ്വാസികൾക്കെതിരെയുള്ള പീഡനങ്ങളൊക്കെ നിന്നതും ക്രിസ്ത്യൻ ലിറ്ററേച്ചർ ഡിസ്ട്രോയ് ചെയ്യുന്നത് നിന്നതും പിന്നെ ധാരാളം ഫ്രഷ് ബൈബിൾ കമൻട്രീസും ബൈബിൾ ട്രാൻസ്ലേഷൻസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ഇവിടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോടും സൗമ്യതയോടും ഭയഭക്തിയോടും ഷെയർ ചെയ്യാൻ വേണ്ടി ടൺ കണക്കിന് മെറ്റീരിയൽ ഉണ്ട്. നമ്മളത് ഒന്ന് സമയമെടുത്ത് അതെല്ലാം ഒന്ന് സ്റ്റഡി ചെയ്താൽ മതി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.